whole competition? Competition was very nice. From the day itself, നല്ല ഗ്രൂമിങ് സെഷൻ കിട്ടി. എങ്ങനെ നമ്മളെ ഒരു ബെറ്റർ വേർഷൻ ഓഫ് ourselves ആക്കി മാറ്റാം എന്നുള്ളൊരു കോച്ചിങ് പോലെയായിരുന്നു ദ 3 days. വി റിയലി എൻജോയ്ഡ്. ഇപ്പം നേരത്തെ എല്ലാവരും എല്ലാ പോയിന്റ്സും പറഞ്ഞു, എന്നാലും എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് വന്നത്. ഞാൻ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ആൻഡ് ഐ ലവ് ഫേസിങ് ദ ക്രൗഡ്. ഞാൻ ഒരു ആങ്കറാണ്. ഈവൻ ഇഫ് ഐ എം എ ഡോക്ടർ, ഞാൻ മെഡിക്കൽ ഫീൽഡിലോട്ട് പോകുന്നില്ല. എനിക്ക് മീഡിയ റിലേറ്റഡ് ആണ് എനിക്ക് താല്പര്യം. അപ്പോൾ ഐ ലവ് ഫേസിങ് ദ ക്രൗഡ്. പക്ഷേ ക്രൗഡിനെ ഫേസ് ചെയ്താലും എങ്ങനെ സംസാരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം എന്നിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി. നമ്മൾ ഇവിടെ ഗ്രൂമിങ്ങിന് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഓൺലൈൻ സെഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ നമുക്ക് എങ്ങനെ മേക്കപ്പ് ചെയ്യാം, എങ്ങനെ സംസാരിക്കാം, എല്ലാ കാര്യങ്ങളും അവർ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ റിയലി നൈസ് എക്സ്പീരിയൻസ്. ഒരു ഫ്യൂ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് റിയലി നൈസ് ആൻഡ് ഇറ്റ് വാസ് ഫൺ. ഓക്കെ, നൈസ് നൈസ്. സോ മെഡിക്കൽ ഫീൽഡിൽ നിന്ന് ഫാഷൻ ഫീൽഡ് ആ ഒരു സ്വിച്ച് എങ്ങനെയായിരുന്നു? ഫ്രം ചൈൽഡ്ഹുഡ് ഇറ്റ് സെൽഫ് എനിക്കൊരു ആങ്കർ ആവണമെന്നായിരുന്നു ആഗ്രഹം. അപ്പം ബട്ട് ഡ്യൂ ടു സം circumstances I became a medical professional. Actually I am a family doctor, a doctor of pharmacy. അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഡിഗ്രി ഒന്ന് 6 year ഡിഗ്രി ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇറങ്ങാം എന്നുള്ള രീതിയിലാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സോ മൈ പാരൻസ് വിൽ ബി ഹാപ്പി ബിക്കോസ് അവർ ചൂസ് ചെയ്ത ഒരു പ്രൊഫഷൻ ഐ ഫിനിഷ്ഡ് വെൽ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊന്ന് കഴിഞ്ഞിട്ട് മീഡിയയിലേക്ക് ഇറങ്ങാം എന്നുള്ള രീതിയിലായിരുന്നു. ആൻഡ് ഐ എം എ യൂട്യൂബർ ആൻഡ് എ കണ്ടന്റ് ക്രിയേറ്റർ ഓൾസോ. അപ്പം ഞാൻ റീൽസ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു ആൻഡ് യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരുമ്പോഴാണ് ഈ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു ആഡ് കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ദീപ മാമിനെ കോൺടാക്ട് ചെയ്തു ആൻഡ് ദീപ മാം സംസാരിച്ചു. അപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാവുമ്പം എൻ്റെ പാരൻസ് എന്ന് പറഞ്ഞാലും എൻ്റെ വീട്ടിലുള്ള എല്ലാവരും അവരൊക്കെ ഗവൺമെൻറ് സെർവൻസ് ആണ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. അപ്പം അവർക്കും മകൾ ഇങ്ങനത്തെ ഒരു രീതിയിൽ പോകണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. ബട്ട് മൈ ഹസ്ബൻഡ് വാസ് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ്. he was the backbone, I would say. Because of him I am sitting here today. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രിയൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് റെഡിയായി. അപ്പോൾ ഇങ്ങനെ മീഡിയ വാസ് ഇൻ മൈ ഹെഡ്. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ഷോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് ദർശന ടി വിയിൽ ഒരു ഷോ ചെയ്യുന്നുണ്ട് ആൻഡ് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നുണ്ട്, ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആഡ് കണ്ട് സംസാരിച്ചു. ആൻഡ് ഫാഷൻ എനിക്ക് ഇഷ്ടമായിരുന്നു. ബട്ട് ഞാൻ അങ്ങനെ ഒരുങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, അങ്ങനെ മേക്കപ്പ് ഇടുന്ന ആൾ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇപ്പം ഞാനിങ്ങനെ നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ദീപ മാമിൻ്റെയും ദ ഹോൾ GNG ടീമിൻ്റെയും ഒരു വിജയമാണ്. എൻ്റെ വിജയം എന്നുള്ളതിലുപരി അത് അവരുടെ വിജയമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് തോന്നിയ ഒരു പാർട്ട് ഏതായിരിക്കും ഈ ഒരു ഹോൾ ജേർണിയിൽ? ചലഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് നമ്മൾ 28 പേരുണ്ടായിരുന്നത് എവ്രി വാസ് എക്സലൻറ്റ്. എവ്രിബഡി വാസ് എക്സലൻറ്റ്. ഫസ്റ്റ് ഡേ വന്നപ്പോൾ കുറച്ച് ഡിമ്മായിരുന്നെങ്കിലും ഫ്രം ദ നെക്സ്റ്റ് ഡേ എവ്രി വൺ വാസ് സോ എനർജറ്റിക് ആൻഡ് എല്ലാവരും അടിപൊളിയായിരുന്നു. അതന്നെയായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച്. അത്രയും പേരുടെ കൂടെ മുട്ടി നിൽക്കുക എന്നുള്ളത് തന്നെയല്ലേ ഏറ്റവും വലിയൊരു ചലഞ്ചിങ്. ഓക്കെ, സോ ഇനി എങ്ങനെയാണ് കരിയർ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്? ഡെഫിനറ്റ്ലി ഞാൻ ഇപ്പം ഞാൻ പഠിച്ചത് ജോബ് ഞാൻ ചെയ്യുന്നില്ല. ഐ ആം ലൈക്ക് പുട്ടിങ് മൈസെൽഫ് ഇൻ ടു മീഡിയ, ലൈക്ക് ഫാഷൻ, ആങ്കറിങ്, എവറിത്തിങ് റിലേറ്റഡ് ടു മീഡിയ. ഓക്കെ, ഗ്രേറ്റ്.